ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് ഒരു പവർ പ്ലഗും അല്ലെങ്കിൽ ഒരു സാധാ നോർമൽ പ്ലഗും നമുക്ക് അത്യാവശ്യമുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ഒറ്റ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യമേ തന്നെ പവർ പ്ലഗ് എന്ന് ഉദ്ദേശിക്കുന്നത് 16 ആംസിൻ്റെ പ്ലഗ് സ്വിച്ചാണ് വരുന്നത്. അതിനുവേണ്ടി ഇൻഡിക്കേറ്ററുള്ള സ്വിച്ച് വരുന്നുണ്ട്. അല്ലാത്തത് വരുന്നത് നോർമൽ ലെവലിൽ 10 ആംപിയർ അല്ലെങ്കിൽ 6 ആംപിയർ ആണ് നോർമൽ വരുന്നത്. ഈ ആദ്യമേ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഫേസ് വരുന്നത് ഡയറക്റ്റ് ഡി ബിയിൽ നിന്നാണ് വരുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇതാണ് അതിൻ്റെ മെയിൻ കണക്ഷൻ വരുന്നത്. ഇത്രയും മാത്രമാണ് നമുക്ക് പ്ലഗ് സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലഗ് സ്വിച്ചും അതിൻ്റെ സോക്കറ്റും കാര്യങ്ങളും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നത്. ആദ്യമേ തന്നെ സപ്ലൈ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എർത്ത് കാര്യങ്ങൾ രണ്ടിനും വരുന്നത് കോമൺ ആണ്. ആദ്യമേ തന്നെ കറക്റ്റ് ചെയ്ത് അതിന് കൊടുക്കുക. ഇതിപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, രണ്ടിൻ്റെ ആകൃതി തന്നെ വ്യത്യാസമുണ്ട്. റൈറ്റ് സൈഡിൽ കണ്ട ആ ഇൻഡിക്കേറ്ററുള്ള സ്വിച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പവർ പ്ലഗ് വരുന്നത്. അതായത് കുറച്ചുകൂടി ആംബിയർ കൂടുതൽ എടുക്കുന്നതിനെയാണ് പവർ പ്ലഗ് എന്ന് പറയുന്നത്. ഇത് എർത്ത് വരുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം, ലിങ്ക് ചെയ്തതിന് ശേഷം ആദ്യത്തെ 10 ആംപിയറിൻ്റെ അല്ലെങ്കിൽ 6 ആംസിൻ്റെ പ്ലഗ് സോക്കറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതേ സെയിം എർത്ത് തന്നെയാണ് നമ്മുടെ പവർ പ്ലഗിനും വരുന്നത്. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രാണ് വരുന്നത്. ന്യൂട്രും ഇതുപോലെ തന്നെ പല ബോർഡുകളിലേക്ക് പോകുന്നതിനുള്ളതുകൊണ്ട് അത് നമ്മൾ എല്ലാത്തിൻ്റെയും ന്യൂട്രോടി ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. അതുപോലെ തന്നെ അപ്പുറത്തെ പ്ലഗ് സോക്കറ്റിൻ്റെ, അതായത് നോർമൽ പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് ആവശ്യമുള്ളതുകൊണ്ട് ആ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റിനും കൂടി കൊടുത്തു. പിന്നെ മെയിനായിട്ട് വരുന്ന ഫേസാണ് ഈ കാണുന്നത്. ഈ രണ്ട് വരുന്ന ഫേസ് ഒന്ന് വന്നതിന് ശേഷം അടുത്ത പ്ലഗിലേക്ക് വേറെ കയറിറങ്ങി പോകുന്നതുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. അത് നമ്മൾ പ്ലഗിൻ്റെ സ്വിച്ചിൻ്റെ താഴെയോ മുകളിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. 1 വേ സ്വിച്ച് ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ തന്നെ അല്ലെങ്കിൽ മുകളിൽ നമ്മൾ കൊടുത്തു. അതിനുശേഷം രണ്ട് സ്വിച്ചിനും, അതായത് നോർമൽ സ്വിച്ചിനും 10 ആംപിയറിനും 16 ആംപിയറിനും വേണ്ടി ലിങ്ക് ചെയ്തിട്ടാണ് കൊടുത്തത്. അതായത് ഒറ്റ സപ്ലൈ തന്നെ നമ്മൾ രണ്ടിനും കൂടി കൊടുത്തു. ഇതിനനുശേഷം സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ആ ലിങ്ക് ചെയ്തിരിക്കുന്ന വയർ വഴി നമ്മുടെ പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ പ്ലഗ് സോക്കറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിരിക്കണം ഫേസ് വരേണ്ടത്. അതൊരു സ്റ്റാൻഡേർഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡിവൈസും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫേസ് മാർക്ക് ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിലാണ്. അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുന്നതാണ് സ്റ്റാൻഡേർഡ് രീതിയിൽ. കറക്റ്റായിട്ട് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അത് നമ്മൾ ആദ്യമേ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ന്യൂട്രൽ കൊടുത്തു, റൈറ്റ് സൈഡിൽ ഫേസ് കൊടുത്തു, പിന്നെ എർത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് എർത്ത് കൊടുത്തു. ഇതാണ് അതിൻ്റെ പ്രോപ്പർ രീതി. ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നേരെ ഡി ബിയിൽ നിന്നും ഒരു ഫേസും ന്യൂട്രും എർത്തും വരുന്നു. അത് നമുക്ക് പവർ പ്ലഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തിരുന്ന ആംപിയർ കൂടുതലുള്ള പ്ലഗിലേക്ക് നമ്മൾ കൊടുക്കേണ്ട രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് എല്ലാം തന്നെ പ്ലഗും സ്വിച്ചും അതുപോലെ തന്നെ കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ ഡി ബിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ 2.5ൻ്റെ വയറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ആംപിയർ നമുക്ക് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് അതായത് പവർ പ്ലഗ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഡി ബിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ 2.5ൻ്റെ വയറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. റെഡും, അതായത് ഫേസും ന്യൂട്രും നമ്മൾ 2.5 കൊണ്ടുവന്നു. അത് എർത്ത് നമ്മൾ 1.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.